പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഓണത്തിന് വളരെ സ്പെഷ്യലായിട്ടുള്ള അരിപ്പായസമാണ് ഇന്നൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചേരുവകളുടെ എല്ലാം ലിസ്റ്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡീറ്റെയിലായിട്ട് വീഡിയോയുടെ ഒടുവിലിടാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വളരെ ചുരുക്കിയാണ് ഞാൻ ഇടുന്നത്. പക്ഷേ ഇതിനകത്ത് ചില ടിപ്സ് പറയുന്നത് നിങ്ങൾ മിസ് ചെയ്ത് പോകരുത്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ നമുക്ക് അരിപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കിലോ അരിക്ക് ഏകദേശം ഒരു 3/4 കിലോ അല്ലെങ്കിൽ 800 ഗ്രാമോളം ശർക്കര വേണം. ഒരു നോർമൽ ഇതിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2-ാം പാലിനകത്താണ് ഞാനത് വേവിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിനോട് ഒഴിച്ചു കൊടുക്കാം, അത് കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് അത് കുറച്ചുകൂടെ ഒന്ന് വാട്ടറി അല്ലെങ്കിൽ തിന്നാക്കുകയാണ്. അപ്പോൾ ഇനി ഞാനിതൊന്ന് തിളയ്ക്കാനായിട്ട് തീ വെച്ചു. അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കഴുകി വെച്ച സാഗോ സീഡ് അതിനകത്തേക്ക് ഇടാം, അല്ലെങ്കിൽ ചൗവരി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ അരിയെക്കാട്ടിലും വേവുണ്ട് സാഗോ സീഡിന്, അതാണ് ഞാൻ ആദ്യം ഇട്ടത്. ശർക്കര ഏതാണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതിന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കതൊന്ന് അരിച്ചെടുക്കാൻ. നല്ല പേള് പോലെ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇടാം. നിങ്ങൾ ഈ സാഗോ സീഡ് കഴുകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ അത് കഴുകുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെച്ചേക്കരുത്, അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ അരി ഇട്ടു. അരി ഒരു പകുതി വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് ശർക്കര ഒഴിക്കണം. ഇപ്പം ഞാൻ ശർക്കര അരിച്ച ശർക്കര ചെയ്തേ, എല്ലാം കൂടെ അങ്ങ് ഒഴിക്കരുത്. മധുരം മതിയോ എന്ന് നോക്കിയിട്ട് വേണം പിന്നെ ഒഴിക്കാൻ. ഇനി ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് വേണം ബാക്കി ഈ ചൗവരി അരിയും കൂടെ ബാക്കി ഭാഗം വേകാൻ. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചട്ടിയുടെ അടിയിൽ പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഇളക്കി വേവിക്കണം. ഈ ചൗവരി നല്ലപോലെ വേകുമ്പം, അതായത് ഫുള്ള് ഗ്ലാസ് പോലെ ആകുമ്പം നമ്മുടെ പായസവും റെഡിയാവും. ഈ സമയത്ത് ഞാൻ കുറച്ച് 2-ാം പാലും കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ ഞാൻ ഒഴിക്കുക. അപ്പം ഇതിനിയും വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1-ാം പാൽ ഒഴിച്ച് ചേർത്താൽ മതി. ഈ സമയം ഇനി നമുക്ക് നെയ്ക്കകത്ത് തേങ്ങയും ആ കശുവണ്ടിയും കൂടെ വറുത്തെടുത്ത് റെഡിയാക്കി വെക്കണം. പായസം റെഡിയാകുമ്പോഴത്തേന് നമുക്ക് പാത്രം ചൂടാകുമ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അരങ്ങണ്ടി അല്ലെങ്കിൽ കശുവണ്ടി ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരുപോലെ ഒരു പിങ്ക് കളർ പോലെ, ഡാർക്ക് പിങ്ക് ആയാൽ മതി, ഒത്തിരി കറുത്ത് പോകണ്ട. ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന ഉടനെ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഒരുപോലെ അത് മൂക്കും. ഇതൊരുപോലെ മൂത്തു. തീ ഞാൻ ഇടയ്ക്ക് അങ്ങ് ഓഫ് ചെയ്തായിരുന്നു. എന്നിട്ട് ഇത് നമുക്കങ്ങ് എടുത്ത് മാറ്റി വയ്ക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തോടുന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും കരിഞ്ഞ് പോകാതെ നോക്കണം. നല്ലൊരു ബ്രൗൺ കളർ വന്നാൽ മതി. അരിപ്പായസം ഉണ്ടാക്കാൻ ശരിക്കും എളുപ്പമാണ്. അടപ്രഥമനെക്കാട്ടിലൊക്കെ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അരിപ്പായസം ഉണ്ടാക്കാൻ. അറിയാവുന്നവർക്കറിയാം, ആദ്യമായിട്ട് ചെയ്യുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണ്. പായസത്തിൻ്റെ അരി ചോദിച്ച് വാങ്ങി വേണം. പച്ച നെല്ലുകുത്തരി എന്നൊക്കെ പറയും. അപ്പോൾ അത് വാങ്ങി വേണം പായസം വയ്ക്കാൻ. ഈ തേങ്ങയും ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയും ബ്രൗൺ കളർ ആകുന്ന ഉടനെ ഞാനിതിനെ തീ ഓഫ് ചെയ്തിടും. എന്നിട്ട് ഒരു ശകലം നേരം കൂടെ അടുപ്പിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കരിയാതെ അത് നമുക്ക് മൂത്ത് കിട്ടും. നമുക്കിനിയും ഇച്ചിരി ഏലക്കായും ചുക്കും ജീരകവും. അപ്പോൾ ഇത് 1-ാം പാലിനകത്ത് അതൊന്ന് കലക്കി വെക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചുക്ക്, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് ഒന്ന് നന്നായിട്ട് കലക്കി റെഡിയായിട്ട് വെക്കണം, കട്ടയില്ലാതെ പായസത്തിനകത്ത് ഒഴിക്കാനായിട്ടാണ്. നമ്മുടെ പായസം എല്ലാം റെഡിയായി. ഇനി ഫൈനൽ ടച്ചൊക്കെ ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യമേ ആ ജീരകവും നമ്മൾ കലക്കി വെച്ചില്ലേ ഇപ്പോൾ, അപ്പോൾ ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് മധുരമൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച്, ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടണം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ കൂടുതൽ ഒഴിച്ചാൽ നല്ലതാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യും. പായസം പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ഇട്ടു, വറുത്ത് വെച്ച കശുവണ്ടി ഇട്ടു. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം വെച്ചങ്ങ് തിളപ്പിക്കേണ്ട, നന്നായിട്ട് ചൂടായാൽ മതി. ചെറുതായിട്ട് ആവി വന്നാൽ മതി. അരിപ്പായസം റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.